തലസ്ഥാനം വികസന കുതിപ്പിലെന്ന് പറയുമ്പോൾ നമ്മുടെ തിരുവനന്തപുരം പാളയം മാർക്കറ്റിലേക്ക് വരണം. ഇവിടെ സർക്കാർ നഗരസഭയുടെ ഭാഗമായി തന്നെ നിലവിലെ പാളയം മാർക്കറ്റിലെ കച്ചവടക്കാർക്കായി തിരുവനന്തപുരം പാളയം അതായത് സിറ്റിയുടെ ഒത്ത നടുക്കായിട്ട് വലിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് തന്നെ പണിതിരിക്കുകയാണ്. പക്ഷേ ഇത് ഈ ഒരു നിർമ്മാണം ഇവിടുത്തെ കച്ചവടക്കാരെ ഏറെ ബുദ്ധിമുട്ടിപ്പിക്കുന്നു. അതുമാത്രമല്ല, ഇതൊരു കുടുസ് മുറിയാണ് എന്ന് പറയുന്നു, ഇരുട്ട് മുറിയാണെന്ന് പറയുന്നു. നിലവിൽ കച്ചവടം ചെയ്യാൻ, അതായത് നിലവിൽ ഈ കാണുന്ന ഇപ്പോൾ ഇത് പഴയ പാളയം മാർക്കറ്റിൻ്റെ പഴയ ഒരു ഇതാണ്. ഇത് ഇവിടെയാണ് ഇപ്പം കച്ചവടമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊരു മീൻ മാർക്കറ്റാണ്, നമുക്ക് കണ്ടാൽ അറിയാൻ കഴിയും. ഇവിടെ നിന്ന് എല്ലാവരും പുതിയൊരു ഷോപ്പിംഗ്, അതായത് പാളയം മാർക്കറ്റിൻ്റെ പുതിയൊരു ഷോപ്പിംഗ് മാളിലേക്ക് മാറുമ്പോൾ നിലവിൽ വലിയൊരു വികസനമാണ് സർക്കാർ ഇവർക്ക് വേണ്ടി ഒരുക്കി കൊടുക്കുന്നത് എന്നാണ് പറയുന്നത്. പക്ഷേ അങ്ങനെ അല്ല. ഇത് കാരണം നിരവധി ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്ന് പറയുന്നു. നമുക്കിപ്പം ജോയി ചേട്ടൻ ചേരുകയാണ്. എന്താണ് ഈ ഒരു സർക്കാർ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഈ ഒരു നിർമ്മാണം? ഈ ഒരു ഷോപ്പിംഗ് മാളല്ലേ, ഷോപ്പിംഗ് കോംപ്ലക്സ് ആണോ? എന്താണ് പറയാനുള്ളത്? ഷോപ്പിംഗ് കോംപ്ലക്സ് ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇതിപ്പം സ്മാർട്ട് സിറ്റിയുടെ വർക്കിൻ്റെ ഭാഗമായിട്ട് വലിയ പ്രോജക്റ്റിന് വേണ്ടി ഇപ്പോൾ ഇത്രയും 300-ഓളം കടകളുണ്ട്. ആ കടയിലുള്ള വ്യക്തികളെല്ലാം ഒരു ഏരിയക്കകത്തൊന്ന് പൂട്ടിയിടുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നിങ്ങൾക്ക് ഈ പാളയം മാർക്കറ്റിനെ കുറിച്ച് അറിയാം. ഇപ്പം ഞാൻ ഈ മാർക്കറ്റ് 16ാമത്തെ വയസ്സിലാണ് വന്ന് കയറുന്നത്. അപ്പോൾ ഈ പഴയ മാർക്കറ്റ് കഴിഞ്ഞാൽ നല്ലൊരു ബിൽഡിങ്, അതിനകത്തൊരു ഏരിയ മുഴുവൻ, അത് ഈ മാർക്കറ്റിലെ 1/3 ഭാഗം തന്നെ മത്സ്യ മാർക്കറ്റായിരുന്നു. ഒരു സൈഡ് വന്നിട്ട് ഫാൻസി കട, തുണിക്കട, ഒരു സൈഡ് മലക്കറി കട. പിന്നെ എങ്ങനെ പോയാലും ഒരു വ്യക്തിക്ക് എങ്ങനെയെങ്കിലും കുടുംബജീവിതം കൊണ്ടുപോകാം, അന്തസ്സായിട്ട് കൊണ്ടുപോകാം. എന്നാൽ ആ കെട്ടിടം അപകടാവസ്ഥയിലായതിനെ തുടർന്ന് ഞങ്ങൾ താൽക്കാലികമൊന്നാണ് ഈ മാർക്കറ്റിലോട്ട് കയറ്റിയത്. എന്നാൽ ഈ മാർക്കറ്റിനകത്ത് അകത്തോട്ട് പോയി കഴിഞ്ഞാൽ ഒരു തിരിയാനോ ഒന്നിനും ഒരു സൗകര്യം ഇല്ലാതെ ഇപ്പോൾ കച്ചവടക്കാർ വെളിയിലോട്ടിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഇത്ര ഏരിയയിൽ കച്ചവടക്കാർ കച്ചവടം ചെയ്യുന്നത്? പിന്നെ ഇപ്പം വന്ന് മത്സ്യത്തൊഴിലാളി, ഇപ്പം 1/3 ഭാഗം എന്ന മത്സ്യത്തൊഴിലാളിക്ക് ഇത്ര ഏരിയ കിട്ടിയിട്ട് പോലും ഇപ്പം പുതിയ മാർക്കറ്റ് സമുച്ചയത്തിലോട്ട് മത്സ്യത്തൊഴിലാളിക്ക് എന്നൊരു സംഭവമേ ഇല്ല. പിന്നെ ഞങ്ങൾ കരുതി ഈ താഴത്തെ ഒരു ഫ്ലോറ് ഓപ്പണാക്കി അങ്ങ് വിട്ടിരുന്നെങ്കിൽ ഒരു സൈഡ് മട്ടനും ഒരു സൈഡ് മലക്കറിയും ഒരു സൈഡ് മത്സ്യവും എല്ലാം ഇട്ടിരുന്നാൽ പോലും നല്ല രീതിയിൽ ഇരിക്കാമായിരുന്നു. എന്നാൽ എന്തൊക്കെ ചെയ്യണമെന്ന് ഒന്നും മനസ്സിലാവുന്നില്ല, ഒരു ഐഡിയ മനസ്സിലാവുന്നില്ല. എല്ലാം ഈ കുടിച്ച് മുറിയും പോലെ, അതായത് നമ്മുടെ നാടൻ ഭാഷയിൽ പറയും പോലെ ഒരു വീട്ടിനകത്ത് 10-500 പട്ടികളുണ്ട്. ആ പട്ടികൾ എന്തായാലും കെട്ടിട സ്ഥലമില്ല. അപ്പോൾ തൽക്കാലത്തേക്ക് കെട്ടാൻ വേണ്ടി കുറേ പട്ടിക്കൂട് ഉണ്ടാക്കിയിടുന്നു എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതായത് വ്യക്തിപരമായിട്ടും ഞങ്ങളെ മത്സ്യത്തൊഴിലാളികളുടെ ഭാഷയിലും പറയുകയാണെങ്കിൽ മത്സ്യത്തൊഴിലാളിയെ പ്രത്യേകം തഴഞ്ഞു തന്നെയാണ് വിട്ടിരിക്കുന്നത്. അതായത് ഏതെങ്കിലും വേസ്റ്റിൻ്റെ ഇടയിലിരുന്ന് നിങ്ങൾ ജീവിച്ചോ എന്നാണ് പലരുടെയും നിർദ്ദേശം. ഇപ്പോൾ ഈ കെട്ടിടം പണിയൊക്കെ പൂർത്തിയായോ? ഇത് 3/4 പ്രാവശ്യമായി. ഇപ്പോൾ 2 മാസത്തിൽ ഓപ്പണാവും. സത്യം പറഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അവിടുത്തെ വലിയ കച്ചവടക്കാർ പോലും നിൽക്കുകയാണ്. ഇപ്പം എൻ്റെ അറിവനുസരിച്ച് ശരിയാണെന്നുണ്ടെങ്കിൽ പല വ്യക്തികളും പാളയം മാർക്കറ്റ് വിട്ട് പോയി കഴിഞ്ഞു. കൊലക്കട തൊഴിലാളിമാർ ഒരു സൈഡ് പോയി കഴിഞ്ഞു. ഫാൻസി കടക്കാരന്മാർ അട്ടക്കുളങ്ങരയും അവിടെ ഇവിടെയൊക്കെ ഓരോ ഏരിയയിലോട്ട് സ്ഥലങ്ങളും കടകളും വാങ്ങിച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞു. പിന്നെ ഞങ്ങളെപ്പോലെ അത്തപ്പാടികൾ, അത് കോടീശ്വരന്മാരല്ലാതെ ദിനംപ്രതി ജീവിച്ചു പോകുന്ന വ്യക്തികൾ മാത്രം എങ്ങനെയെങ്കിലും ആരുടെയെങ്കിലും വായിന്ന് കേട്ട് ഞങ്ങളുടെ ആത്മാഭിമാനം പോലും പലപ്പോഴും പണയം വെച്ച് ജീവിക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ പാളയം മാർക്കറ്റ് നിലവിലുള്ളത്. അത് എന്താണ് ഇനിയൊന്നും ഒരു പിടിയില്ല. പഴയ അടിമത്തത്തിലോട്ടാണോ പോകുന്നത്, ജമ്മി വ്യവസായത്തിലോട്ടാണോ പോകുന്നതെന്നും ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം ആജ്ഞാപിക്കുക, അനുസരിക്കുക, അതിൻ്റെ അപ്പുറമായിട്ട് ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. പിന്നെ ഞങ്ങളുടെ വേദന ഞങ്ങൾ പരസ്പരം കച്ചവടക്കാരിങ്ങനെ തീർക്കുന്നു എന്നല്ലാതെ ഞങ്ങൾക്ക് ആരുടെ അടുത്തൊന്നും പറയാനുള്ള അധികാരമില്ലെന്നല്ല, സാഹചര്യമില്ല. അപ്പം ഞങ്ങൾ അധികാരികളൊന്നും ഞങ്ങളുടെ മനസ്സ് കേട്ട് ഞങ്ങൾ എന്താണെന്ന്, ഞങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന കാര്യം അധികാരികൾ ചോദിച്ചാൽ ഞങ്ങൾക്ക് ഉള്ളു തുറന്ന് പറയാൻ സാധിക്കും. എന്നാൽ ഇതിനൊരു കമ്മിറ്റി എടുത്തിട്ടുണ്ട്. അവിടെ എല്ലാം ഇരിക്കുന്നത് കോടീശ്വരന്മാർ, ഈ മാർക്കറ്റുമായിട്ട് ബന്ധമില്ലാത്ത വ്യക്തികളൊക്കെ പിടിച്ചാണ് അതിനകത്തിട്ടിരിക്കുന്നത്. അവർക്ക് ഇരുന്നാലും പൈസ, ഉറങ്ങിയാലും പൈസ, നൂന്നാലും പൈസ, എങ്ങനെ എന്നാലും പൈസ. നോ കമൻറ്റ്സ്. അത് ഒരുവിധ അഭിപ്രായവും മത്സ്യത്തൊഴിലാളിയെടുത്ത് ഈ നിമിഷം വരെ ചോദിച്ചിട്ടില്ല. ഇവിടെ വ്യാപാരി വ്യവസായിക്ക് പോലും ഈ ഒരു സാന്നിധ്യങ്ങളുണ്ട്. എന്നാൽ മത്സ്യത്തൊഴിലാളികൾക്ക്
1% പോലും നിങ്ങൾക്ക് എന്താണ് ആവശ്യം, നിങ്ങൾക്ക് എങ്ങനെ ഇരുന്നാൽ അത് ശരിയാവും, നിങ്ങൾക്ക് ഏത് ഏരിയയിൽ എങ്ങനെ ഇരുന്നാൽ ശരിയാവും എന്നൊരു സജഷൻ, ഒരു വാക്ക് ചോദിച്ചിട്ടില്ല. ഞങ്ങൾക്ക് മനോവേദന ഞങ്ങൾക്കുണ്ട്, മനസ്സിലായില്ലേ? ഞങ്ങൾ വികസനത്തിന് എതിരല്ല, പക്ഷേ ഞങ്ങൾക്കും കുടുംബമുണ്ട്. ഞങ്ങൾക്ക് ആ കുടുംബം പുലർത്തുന്നതിന് വേണ്ടിയുള്ള ഒരു സാഹചര്യം ഉണ്ടാവണം, അല്ല വേറെ ഒന്നിനും ഞങ്ങൾക്ക് എതിരല്ല. സ്മാർട്ട് സിറ്റി വർക്ക് ഞങ്ങൾ ഏറ്റെടുക്കുന്നു. കാരണം വികസനം വേണം, നമുക്ക് വികസനം വേണമെന്ന് പറയില്ല, വികസനത്തിലൂടെ എല്ലാം വരുള്ളൂ. പക്ഷേ നമ്മൾ ആ ഒരു അടിമ എന്ന രീതിയിലൂടെ കൊണ്ടുപോകരുത്. അത് മാത്രം ഒരു അഭിപ്രായമുള്ളൂ. ഞങ്ങളെ അവഗണിച്ചിട്ടാണ് ഇതെല്ലാം ഇങ്ങനെ ചെയ്യുന്നത്. ആ ബിൽഡിംഗ് തല്ലിപ്പൊളിച്ച് കളഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വലിയൊരു ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് കട തരാനാണ്. അവർ ചെറുതായിട്ടൊന്ന് മെയിൻ്റെനൻസ് ചെയ്തിട്ടാണ് അവർ ഞങ്ങളെ അങ്ങോട്ട് മാറ്റിയത്. അവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റി, ഇന്ന് ഇവിടെ നിന്ന് മാറണമെന്നാണ് പറയുന്നത്. അതെങ്ങനെ ഞങ്ങൾ മാറും? അത് പറ്റത്തില്ല. മത്സ്യത്തൊഴിലാളികളുടെ അവകാശമാണിത്. ഞങ്ങൾ ഒരുപാട് വേദനകൾ അനുഭവിച്ച് ഓരോ നിമിഷവും ഞങ്ങൾ കഴിഞ്ഞുകൂടുന്നത് ഞങ്ങൾക്ക് തന്നെ അറിയാം. അതുകൊണ്ട് വേറെ ഒന്നും പറയാനില്ല. ഞങ്ങൾക്ക് തന്നെ പറ്റത്തുള്ളൂ. ഞങ്ങൾ ഇവിടെ ഒന്ന് ജീവിക്കേണ്ട ആനുകൂല്യം ഞങ്ങൾക്ക് തന്നേ പറ്റത്തുള്ളൂ. ഞങ്ങൾക്കൊരു കോഴിക്കൂട് തന്നാൽ ഞങ്ങൾ ആ കോഴിക്കൂട്ടിൽ പോയി എന്തൊരു കുഞ്ഞും കോഴിയെ പോലെ അടയ്ക്കാൻ പറ്റും. ഞങ്ങൾ ഈ മീൻ മേടിക്കണം, ഈ മീൻ ബാലൻസ് വരണം, ഞങ്ങൾക്ക് ഇത്തിരി അയച്ചിട്ട് നാളെ അത് സുരക്ഷിതമായിട്ട് വച്ച് വിൽക്കണം. അതിനുള്ള സൗകര്യം തരണ്ടേ? ഞങ്ങൾക്ക് ബാത്റൂം വരണ്ടേ? ബാത്റൂം ക്ലീൻ ആക്കേണ്ട. അപ്പൊ ഈ കെട്ടിടം വരുന്നത് കൊണ്ട് എന്താണ് ഞങ്ങൾക്ക് എന്തോ കിട്ടുമെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങളെ എവിടെയാണ് അവിടെ ഉണ്ടാക്കുക? ഞങ്ങളുടെ അവരൊന്നും ചോദിച്ചിട്ടില്ലേ, ആക്കുമെന്നൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഇതാണ് തിരുവനന്തപുരം പാളയത്തെ കച്ചവടക്കാർക്കായിട്ട് നമ്മുടെ സർക്കാർ വക പണിയുന്ന ഷോപ്പിംഗ് കോംപ്ലക്സ്. നോക്കണം, നമുക്ക് കാണാൻ കഴിയും, പണി തീർന്നിട്ടില്ല, പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോരോ ചെറിയ നമുക്ക് ഓരോ മുറികളുടെ ആ ഒരു സ്പേസ് നമുക്ക് നോക്കിയാൽ തന്നെ അറിയാൻ കഴിയും. ഒരു കച്ചവടക്കാരന് കൊടുത്തിരിക്കുന്ന ഒരു സ്പേസ് എന്ന് വേണം പറയാൻ, ഒരു ചെറിയ സ്ഥലം. ഈ സ്ഥലത്തിൻ്റെ നീളവും വീതിയും എല്ലാം നമുക്ക് തന്നെ ഇവിടെ കാണാൻ കഴിയും. ഇത് മതിയോ ഒരു കച്ചവടക്കാരന് കച്ചവടം നടത്താൻ എന്നതാണ് ചോദ്യമാവുന്നത്. ഇദ്ദേഹം പാളയം മാർക്കറ്റിലെ പച്ചക്കറി കച്ചവടം നടത്തുന്ന രാജനാണ്. അദ്ദേഹത്തിനോട് നമുക്ക് ചോദിക്കാം, ഇപ്പോൾ താങ്കൾ പാളയത്ത് പച്ചക്കറി കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്നു, ഈ ഒരു കട മതിയാകുമോ കച്ചവടം നടത്താൻ? കട മതിയാവുന്നതിൻ്റെ കാര്യമല്ല, ഉള്ള ഫേസിൽ വെച്ച് നമ്മൾ ഓട്ടിക്കാം. പക്ഷേ ഈ രണ്ടാമത്തെ നിലയിൽ കയറി വന്ന ആരും മലക്കറി വാങ്ങിക്കാനോ മറ്റേ മീൻ മേടിക്കാനോ ഒന്നിനും മുഖരുമില്ല. ഇപ്പോൾ ഈ നമ്മുടെ രാജ്യത്ത് ഒരുപാട് ഷോപ്പിംഗ് കോംപ്ലക്സും അതുപോലെ തന്നെ ആദ്യം തന്നെ സൗകര്യമുള്ള എല്ലാ മാളുകളും ഉണ്ട്. ആ സമയത്ത് പാളയം മാർക്കറ്റിൽ അതിവിശാലമായിട്ട് കിടക്കുന്ന മാർക്കറ്റിനെ കൊണ്ടുവന്ന് ഇതേപോലെയുള്ള ഒരു ഇടുങ്ങിയ സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് രണ്ടാമത്തെ നിലയിൽ ഇങ്ങനെ ഒരു ഇത് ആക്കി വെച്ചും കൊണ്ട് നമ്മളെ ദ്രോഹിക്കുന്ന ഒരു ഏർപ്പാടാണ് നമ്മളെ തിരുവനന്തപുരം കോർപ്പറേഷൻ ചെയ്യുന്നത്. ഇതിനെതിരായിട്ടാണ് നമ്മൾ ശക്തമായിട്ട് പറയുന്നത്. ഞങ്ങൾക്ക് താഴെ കിട്ടിയാൽ വലിയ ഉപകാരമായിരുന്നു. മേളിലായാൽ ആരും വന്നത് ഒരു സാധനം വാങ്ങിക്കാനും പറ്റില്ല, നമുക്ക് കച്ചവടം ചെയ്യേണ്ട, ഇവിടെ വന്ന് വെറുതെ പോവാന്നുള്ളതല്ലാതെ ഒരു കാര്യവും നടക്കില്ല. ഇപ്പോൾ പാളയം മാർക്കറ്റിൽ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്ന കച്ചവടക്കാരുടെ വയറ്റത്തടിക്കുന്ന ഒരു പദ്ധതി തന്നെയാണ്, വയറ്റത്തടിക്കുന്ന ഒരു കോംപ്ലക്സ് തന്നെയാണ് ഇപ്പോൾ തൊട്ടടുത്തായിട്ട് പണിതുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് രണ്ടാമത്തെ നിലയിലാണ്. ഈ ഒരു സ്ഥലത്ത് ആൾക്കാർ നിലവിൽ വന്ന് കയറി ഒരു കച്ചവടം അല്ലെങ്കിൽ ഇവരുടെ കച്ചവടം മുന്നോട്ട് കൊണ്ടുപോകുന്ന എങ്ങനെ കൊണ്ടുപോകുമെന്ന് തന്നെയാണ് ഇവർ ചോദിക്കുന്നത്. ഇപ്പം നമുക്ക് കാണാം ഈ കെട്ടിടത്തിൻ്റെ രീതി, മൊത്തം മൂടി അടച്ചു വെച്ചിരിക്കുക. ഒരു മാർക്കറ്റ് ഇങ്ങനെ മൂടി അടച്ച് വെച്ചും കൊണ്ട് ഇതിനെ മാർക്കറ്റ് എന്ന് പറയാൻ പറ്റുമോ അതോ ഷോപ്പിംഗ് കോംപ്ലക്സ് എന്ന് പറയാൻ പറ്റുമോ? എന്താണ് ഇതിനെ വിശേഷിക്കുന്നത് ജനമാണ് വിലയിരുത്തേണ്ടത്. കോർപ്പറേഷൻ കംപ്ലീറ്റ് കെട്ടി അടച്ച് വെച്ചും കൊണ്ട് ഇതിനകത്തൊരു ഇരുട്ടുമുറി പോലെയാണ് ഇതിനകത്ത് ഇട്ടിരിക്കുന്നത്. ചെറിയ ബംഗളായി തീർത്ത് ഞങ്ങളെ ഒരു 10,000 കുടുംബങ്ങൾ കഴിയുന്ന ഒരു മാർക്കറ്റായിരുന്നു. ആ മാർക്കറ്റിനെയാണ് ഇപ്പോൾ ഇങ്ങനെ കൊണ്ടുവന്ന് തൊലച്ച് 5,000-ന് പുറത്ത് ആൾക്കാർ ഉപജീവനങ്ങൾ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലാണ് നഗരസഭ ഇപ്പം ഇങ്ങനെ ഓർന്നുകൊണ്ടിരിക്കുന്നത്. അതിനെപ്പറ്റിയാണ് നമ്മളിപ്പം പ്രതികരിക്കാൻ നോക്കുന്നത്. നമുക്കിത് കാണാൻ കഴിയും. എൻ്റെ പിറകിലുള്ള ഇത് പഴയ മാർക്കറ്റാണ്.
അപ്പം നിലവിൽ അതായത് ഈ മാർക്കറ്റിലാണ് ഇപ്പോൾ കച്ചവടമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് തന്നെ. അപ്പം ഈ മാർക്കറ്റിൽ സാധനങ്ങളൊക്കെ നിലവിൽ ഇരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതായത് വ്യാപാരം നടത്തുന്നതിലേക്കായിട്ട് പലവിധ സാധനങ്ങളെല്ലാം ഇവർ ഒരുക്കിയിരിക്കുന്നത് നമുക്ക് അറിയാൻ കഴിയും. അപ്പോൾ നമ്മൾ പുതിയ മാർക്കറ്റ് സമുച്ചയം ഇവർക്കായി പണിതിരിക്കുന്ന അത് നോക്കിയാൽ നമുക്കറിയാൻ സാധിക്കും ആ മുറിയുടെ വലിപ്പം എങ്ങനെയാണ്, കച്ചവടക്കാരനെ എങ്ങനെയാണ് അവിടെ കച്ചവടം നടത്തുക എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമുക്കറിയാം. നിലവിൽ ഇവിടെ കച്ചവടം നടത്തുന്ന ഒരാൾക്ക് പെട്ടെന്ന് അവിടേക്ക് കച്ചവടം നടത്തുമ്പോൾ അവരുടെ ആ ഒരു ഇടുങ്ങിയ ഒരു മുറി എന്ന് വേണം വിശേഷിപ്പിക്കാൻ. പഴയ പാളയം മാർക്കറ്റിലിരുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടായി മാറുക തന്നെയാണ് നഗരസഭയുടെ ഭാഗമായി പണിഞ്ഞ് വരുന്ന. ഇവിടെ ഒരു 10-40 വർഷമായിട്ട് ഞാനിവിടെ പണിക്ക് നിൽക്കണേ. മാർക്കറ്റ് വരെയാണല്ലോ, ആ മാർക്കറ്റ് എങ്ങനെയാണ് നിങ്ങൾക്ക് ഫലപ്രദമായിട്ടുണ്ടോ? സാഹചര്യം വെച്ച് ഫലപ്രദമല്ല. സ്ഥലപരിമിതം എല്ലാം കൊണ്ട് പിന്നെ രണ്ടാമത്തെ നിലയിലാണ് ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, വ്യാപാരികൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരു പ്രായപരിധിയുള്ള ആൾക്കാർ അങ്ങോട്ട് കയറി സാധനം വാങ്ങിക്കുക എന്നുള്ളത് വളരെ ദുർഘടമാണ്. പിന്നെ ഒരു യൂണിയൻകാരൻ്റെ അടുത്ത് ഒരു സാധനം അങ്ങോട്ട് എത്തിക്കാൻ പറഞ്ഞാൽ അത് നടക്കത്തില്ല. അങ്ങനെ ഒരുപാട് വിഷമങ്ങളും പ്രതിസന്ധികളും ഉണ്ട്. അഹിതമായിട്ട് തടസ്സമാണ്. പൂർണ്ണമായിട്ട് നോക്കിയാൽ നമുക്കതിനെ അനുകൂലിക്കാനേ സാധിക്കുകയുള്ളൂ. കച്ചവടക്കാർ അതായത് സിറ്റിയുടെ ഒരു വികസനത്തിന് വേണ്ടിയിട്ട് തന്നെയല്ലേ ഇങ്ങനെ ഒരു കെട്ടിടം പണിയുന്നത് സർക്കാർ? വികസനമൊക്കെ തന്നെ ശരിയാണ്. വികസനത്തിന് ഞങ്ങൾ ആരും എതിരല്ലോ. ഒരാളുടെ ജീവിതമാർഗവും നോക്കണമല്ലോ വികസനത്തിൻ്റെ കൂടെ. വികസനത്തിന് ഞങ്ങൾ ഒരിക്കലും എതിരല്ല. വികസനം വേണം എന്നാഗ്രഹിക്കുന്നവരാണ് മാർക്കറ്റിലെ ബഹുഭൂരിപക്ഷം കച്ചവടക്കാരും. ഇതും ബിസിനസ്സും ഇതും നിലനിർത്തിക്കൊണ്ട് വേണം ഒരു വികസനം പര്യാപ്തമാക്കേണ്ടത്. പുതിയ മാർക്കറ്റ് എന്നുള്ളത് വേണം നമുക്കിവിടെ പറയാൻ കഴിയുന്നത്. മിക്കവാറും പോവും. പഴയ ഇതുപോലെ സാബല്യം കോംപ്ലക്സ് കെട്ടിയപ്പോഴും കച്ചവടങ്ങൾ പോയായിരുന്നു. അപ്പോൾ അത് പുതിയൊരു അഡോപ്ഷൻ വരുമ്പോഴത്തേക്ക് ഒന്നുകിൽ നല്ല വിശാലമായിരിക്കണം, ഫാമിലീസിനെ വരാൻ പറ്റുന്ന വിധത്തിലുള്ള സംവിധാനമായിരിക്കണം. അത് പറിച്ച് നടലെന്ന് പറയുമ്പോഴത്തേക്ക് വളരെ റിസ്ക്കബിളാണ്. പക്ഷെ അത് പറിച്ച് നടന്നത് അത് അതിൻ്റേത് ലെവലിൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, സിസ്റ്റമാറ്റിക്കലായിട്ട് ചെയ്തില്ലെങ്കിൽ ഈ കച്ചവടക്കാരെല്ലാം. പക്ഷേ ഇത് പണിത സമയത്ത് നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങളുടെ എന്തെങ്കിലും സജഷൻ അഭിപ്രായമല്ല ഇപ്പോൾ ആ ചെയ്തു വെച്ചിരിക്കുന്നത്. ഞങ്ങളുടെ അടുത്ത് ചോദിച്ചപ്പോഴത്തേക്കുള്ള മിനിറ്റ്സ് അനുസരിച്ചുള്ള വ്യവസ്ഥ എന്തൊക്കെയാണ് ചോദിച്ചവര്? അന്ന് നിങ്ങൾക്ക് വേണ്ട വിധത്തിലുള്ള ഒരു പുനരധിവാസം ശരിയായ ലെവലിൽ ചെയ്തിട്ട് ഞങ്ങൾ അങ്ങോട്ട് മാറ്റത്തുള്ളതാണ് അന്ന് പറഞ്ഞ വാക്ക്. നമ്മുടെ സർക്കാരന്മാരും നല്ലതുള്ള കാര്യം, ജനാധിപത്യ രീതിയിൽ വരുമ്പോഴത്തേക്കും വളരെ സ്ലോ സ്പീഡായിരിക്കും. അപ്പോൾ ഈ ടെമ്പററി ചെയ്തു വെച്ചേക്കുന്നത് തന്നെ ഒരു ഉപജീവനമായിട്ട് ചെയ്തിരുന്നാൽ അത് തൽക്കാലം ഇങ്ങോട്ട് വരുന്നത് വരെ അന്തസ്സായിട്ട് ചെയ്തു പോകാൻ പറ്റും. അപ്പോൾ അത് ജനസേവനം എന്നുള്ള ലെവലിൽ കാര്യങ്ങൾ നീക്കി കഴിഞ്ഞാൽ എല്ലാവരും ഓക്കെയാണ്. പക്ഷെ അത് ചെയ്തു വരുന്നത് ജനസേവനം എന്നുള്ള ലെവലിലാരും അവരുടെ ഔദ്യോഗികപരമായ കാര്യങ്ങൾ ചെയ്തു പോവുക എന്നുള്ള ലെവലിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. പേരിന് അങ്ങനെ ഒന്ന് കൊടുക്കുന്നു എന്നുള്ളത് മാത്രം ജനങ്ങൾക്ക് റെക്കോർഡിക്കൽ കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. ഇപ്പം നിങ്ങളും ഞാനും എല്ലാം ഫിനാൻഷ്യലി എവിടെയെങ്കിലും ഹോൾഡഡാണ്. ബാങ്കിലോ ഒരു ബിസിനസ് സ്ഥാപനം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ മിക്കവാറും ബാങ്കിൻ്റെയൊക്കെ കണക്ഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു മോചനം എന്ന് പറയുന്നത് വലിയ പ്രശ്നമാണല്ലോ. അപ്പോൾ അത് ബിസിനസ് ടേൺ ഓവർ അനുസരിച്ചാണ്, അല്ലെങ്കിൽ ഒരു മന്തിൽ കിട്ടുന്നതായിരിക്കും ബാങ്കിലും അടഞ്ഞു പോകുന്നത്. അപ്പോൾ ഇതെല്ലാം സിറ്റുവേഷനായിട്ട് മാറുമല്ലോ. അപ്പോൾ അതിൽ നിന്നൊരു ജനങ്ങൾ ഗുണം ചെയ്യുന്ന വിധത്തിലൊരു തീരുമാനമാണെന്നുണ്ടെങ്കിൽ എല്ലാം ഓക്കെ. ഇപ്പോൾ തീരെ ഉയരോട്ടൊന്നും കിട്ടിയിട്ട് കാര്യമില്ല. താഴെ കിട്ടിയാലേ എന്തെങ്കിലും വിൽക്കുകയുള്ളൂ. അതുപോലെ വേറെ വേറെ ഒന്നും പറയാനില്ല. നമുക്ക് താഴോട്ട് കിട്ടും എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം. മാർക്കറ്റ് നല്ലൊരു മാർക്കറ്റ് പണ്ടുണ്ടായിരുന്നു ഇവിടെ. ആ മാർക്കറ്റെല്ലാം ഇടിച്ച് മാറ്റിയിട്ടാണ് വേറെ ഒരു പുതിയതായിട്ട് ഒരു സെറ്റപ്പ് ചെയ്തത്. എന്നിട്ട് ഇതെല്ലാം കെട്ടിയെടുത്തിട്ട് ജനങ്ങൾക്ക് നല്ലൊരു മാർക്കറ്റ് സംവിധാനം ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അത് ഇതുവരെയായിട്ട് നടന്നിട്ടില്ല. ഇപ്പോൾ പുതിയൊരു കെട്ടിടം അവിടെ പണിതുകൊണ്ടിരിക്കുകയാണല്ലോ. അത് പണിതുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ തന്നെ അറിയാം, അതൊരു കുടിശ്ശി മുറി പോലെയാണ് കിടക്കുന്നത്. എന്തായാലും ഒരു വായു കയറാനോ ഈ സഞ്ചാരത്തിനോ ഉള്ള ഒരു സംരംഭം അതിലില്ല. അത് ചെയ്യാതെയാണ് മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് നിലവിൽ നഗരസഭ ഈ കച്ചവടക്കാരെ വെറും ഒരു പേരിന് മാത്രമായിട്ട് അവിടോട്ട് മാറ്റുന്നു എന്ന് തന്നെ പറയാം അല്ലേ? അതെ, അങ്ങനെ ആയിരിക്കാം. പക്ഷേ നിലവിൽ ഇവിടെ കാണുന്ന ഇത്രയും വിസ്തീർണത്തിൽ ഈ കച്ചവടം നടത്താനുള്ള സൗകര്യങ്ങളൊന്നും അവിടെ ഇല്ലല്ലോ. ഇല്ല, അവിടെ അങ്ങനെ സജ്ജീകരണം. ഇവര് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, കച്ചവടം ഇവർക്ക് രണ്ടാമത്തെ നിലയിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവിടേക്ക് ആളെത്തില്ല എന്നും പറയുന്നു. ഇതിനെതിരെ നഗരസഭയിൽ പ്രതികരിക്കാനൊന്നും പറ്റില്ല. നഗരസഭയിൽ പ്രതികരിക്കണമെങ്കിൽ കച്ചവടക്കാർ ഒന്നടക്കം കൂടെ നിന്നാലേ നടക്കത്തുള്ളൂ. അല്ലാതെ പലരും പല രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ നടക്കത്തില്ല. ഓക്കെ, താങ്ക് യു.